നമസ്കാരം. ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എക്സിറ്റ് പോൾ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞ BJP ഇത് അംഗീകരിക്കുമെങ്കിലും കോൺഗ്രസും CPM-ഉം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെറും മറയാണ് എന്നും BJP സൃഷ്ടിച്ച ഒരു താൽക്കാലിക സംഭവമാണ് ഇത് എന്നുമുള്ള കുറ്റപ്പെടുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കും, താമര വിരിയും എന്നൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരുന്നു. ആ ഫലങ്ങൾ തള്ളിക്കൊണ്ടാണ് LDF-ഉം UDF-ഉം രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ സർവേകളിൽ പറയുന്നത് പോലെ മോദി അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP സംസ്ഥാന നേതൃത്വം. BJP-യുടെ അത്ഭുത മുന്നേറ്റമാണ് കേരള എക്സിറ്റ് പോളിൻ്റെ ഹൈലൈറ്റ്. കേരളത്തിൽ താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം BJP-യുടെ വോട്ട് വിഹിതം 27% ഉയരുമെന്നും പ്രവചനമുണ്ട്. BJP-ക്ക് 3 വരെ സീറ്റുകൾ നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. LDF-നുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് BJP-ക്ക് കുറവുണ്ടാവുക എന്നാണ് പ്രവചനം. 15% നിന്ന് 27%ലേക്കുള്ള BJP-യുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നു എങ്കിലും BJP-യുടെ മുന്നേറ്റം പാടെ തള്ളുകയാണ് UDF. BJP-ക്ക് സാധ്യത പറഞ്ഞ സീറ്റിൽ എല്ലാം ജയിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. LDF-ന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ BJP നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി. അതുകൊണ്ട് തന്നെ LDF-ഉം ഈ പ്രവചനങ്ങളൊക്കെ പാടെ തള്ളുകയാണ്. ഒരു സീറ്റും BJP-ക്ക് കിട്ടില്ലെന്നും യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നുമാണ് LDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് BJP നേതാക്കൾ. 2 അക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും 3 ആയിരുന്നു പോളിംഗിന് ശേഷമുള്ള പാർട്ടി കണക്ക്. അത് ശരിവെച്ചുകൊണ്ടാണ് ഫലങ്ങളെന്നും കേരളത്തിലെ BJP നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന ശേഷം കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM വിലയിരുത്തൽ അനുസരിച്ച് 12 സീറ്റുകൾ കിട്ടുമെന്നാണ് നിഗമനം. അതുതന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ വിലയിരുത്തലിൽ മാറ്റമില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP ജയിക്കില്ല. എക്സിറ്റ് പോളിലൊന്നും വലിയ കാര്യമില്ല. 4-ാം തീയതി കാണാം എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേരളത്തിൽ LDF-ന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ABP ന്യൂസിൻ്റെ സർവേ ഫലം. UDF-ന് 17 മുതൽ 19 സീറ്റ് വരെയും NDA-ക്ക് 1 മുതൽ 3 സീറ്റ് വരെയും നേടുമെന്നും ABP ന്യൂസ് പ്രവചിക്കുന്നു. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് LDF കേരളത്തിൽ 4 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. UDF 14 മുതൽ 15 വരെയും NDA 1 നേടുമെന്നാണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം. NDA തൃശ്ശൂരിൽ ജയിക്കുമെന്നും പ്രവചനമുണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലമനുസരിച്ച് കേരളത്തിൽ NDA 1 സീറ്റ് നേടും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം. UDF 17 മുതൽ 18 സീറ്റ് വരെയും LDF 1 സീറ്റ് വരെയും നേടുമെന്നും പ്രവചനമുണ്ട്. ഇന്ത്യ TV CNXൻ്റെ സർവേ ഫലവും UDF-ന് അനുകൂലമാണ്. UDF 13 മുതൽ 15 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട്. LDF 3 മുതൽ 5-ഉം NDA 1 മുതൽ 3-ഉം സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ ഫലം. കേരളത്തിൽ UDF-ന് മുൻതൂക്കമെന്നാണ് ജൻ കി ബാത്തിൻ്റെ പ്രവചനം. 14 മുതൽ 17 സീറ്റുകൾ വരെ UDF നേടുമെന്നും LDF 3 മുതൽ 5 സീറ്റുകൾ വരെ നേടുമെന്നുമാണ് പ്രവചനം. BJP 0 മുതൽ 1 സീറ്റിന് വരെയുള്ള സാധ്യതയാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് 2-ാം ഊഴം പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ തള്ളി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. 295 സീറ്റിൽ കൂടുതൽ ഇന്ത്യ സഖ്യം നേടുമെന്നും കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനിടെ ട്വിറ്ററിലൂടെയാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം. അനീതിക്ക് മേൽ നീതി പുലരുമെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ രംഗത്ത് വന്നത്. എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശരിക്കും ഫലം വരട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പുറത്തുവന്ന ഭൂരിപക്ഷം സർവേകളും തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം പ്രവചിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശശി തരൂർ ഇങ്ങനെ പ്രതികരിച്ചത്.